നമ്മുടെ അനീഷ് ഷിയാസ് കരീമിന് മാത്രം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ശോഭയ്ക്ക് ഗുഡ് നൈറ്റ് പറയുന്നില്ല അനീഷ്. അപ്പോൾ ശോഭ ഉടനടി ഷിയാസിനോട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഗുഡ് നൈറ്റ് തരാത്തത്? എനിക്ക് മാത്രം ഗുഡ് നൈറ്റ് ഇല്ലല്ലോ, എന്ത് പറ്റി അനീഷ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ശോഭയ്ക്ക് കത്തിരിക്കുന്നത്. കാരണം ഹൗസിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ശോഭയുടെ ഭാഗത്തു നിന്നും നടന്ന കുറച്ച് കാര്യങ്ങൾ അനീഷിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന്. ശോഭ ഉടനടി അനീഷ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അനീഷ് അവിടെ കിടന്നു കഴിഞ്ഞു. അപ്പോഴേക്കും ശോഭ അനീഷിൻ്റെ ബെഡിലിരിക്കുന്നുണ്ട്. ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അനീഷ് അത് സീരിയസ് ആയിട്ടാണോ എടുത്തിരിക്കുന്നത്? ഇന്ന് നടന്ന കാര്യങ്ങൾ അത് ഞാനൊരു ഫണ്ണായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ എന്നെല്ലാം ശോഭ പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കുന്നില്ല. പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വരുമോ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്ന് ശോഭ പറയുന്നുണ്ട്. അനീഷ് അത് അപ്പോൾ തന്നെ അംഗീകരിച്ച് ശോഭയുടെ കൂടെ പുറത്ത് വന്ന് കസേരയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാളും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ കാര്യത്തെ പറ്റി. ശോഭ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ വന്നത് ഒരു ഫണ്ടിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുറച്ച് നിങ്ങളെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. പോകുന്ന ദിവസം എന്താകുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇവിടെ നടക്കുന്നതെല്ലാം ഒരു ഫണ്ണായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് അനീഷിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയല്ല എന്ന് പറയുന്നുണ്ട്. അനീഷിനോട് സോറി പറയുകയാണ് നമ്മുടെ ശോഭ. വീണ്ടും അനീഷിനോട് സോറി പറയുന്നുണ്ട്. സോറി കേട്ടപ്പോൾ തന്നെ അനീഷിൻ്റെ മുഖമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അനീഷ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അനീഷ് തിരിച്ചും മാമിനോട് അല്ലെങ്കിൽ നമ്മുടെ ശോഭയോട് സോറി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് എന്തായാലും തീർത്തിട്ടുണ്ട്. രണ്ടുപേരും ഈഗോ വെച്ചിരിക്കുന്നില്ല. ശോഭ കരയുന്നുണ്ട് കേട്ടോ. കണ്ണൊക്കെ തുടച്ച് ശോഭ കരയുന്നുണ്ട്. ശോഭയ്ക്കത് കുറച്ച് ഹേർട്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ശോഭ ചെയ്ത കാര്യം അനീഷിനെ കൂടുതലായിട്ട് ബാധിച്ചു, അല്ലെങ്കിൽ സങ്കടം ആയി എന്നറിഞ്ഞപ്പോൾ ശോഭയ്ക്ക് കരച്ചിൽ വന്നു. അങ്ങനെ കരയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ശോഭയുടെ കരച്ചിലിന് ശേഷം അനീഷ് പറയുന്നുണ്ട് സോറി ശോഭയോടും സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം ഇവിടെ കഴിയുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോറി പറഞ്ഞ് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഒരു ചെറുതായിട്ടൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് രണ്ടുപേരും ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും അനീഷ് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം ഹേർട്ടായാൽ പിന്നെ എനിക്ക് അയാളോട് നന്നായിട്ട് ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ.